ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പഴം കൊണ്ട് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയില്ല കേട്ടോ. കാണാൻ അത്ര ലുക്കില്ലെങ്കിലും തിന്നാൻ അടിപൊളി. ഇനി അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ ഇത് മുറിഞ്ഞ് പോവാതെ വാട്ടിയെടുക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യാം. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് വാട്ടിയെടുത്തിക്കണേ. അതിന് ശേഷം ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വീണ്ടും നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇതാക്കി എടുക്കണ്ട, കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇതാ ഞാനൊരു പാത്രം എടുത്തുക്കുന്നതിന് ശേഷം ഇതാ കുറച്ച് 2-3 ഏലക്ക ചതച്ചിട്ടെടുത്തുക്കണതിന് ശേഷം ഇതാ കുറച്ച് പാൽപ്പൊടി ഇട്ടെടുക്കണം. അതൊരു 3 സ്പൂൺ പാൽപ്പൊടി ഇട്ടെടുത്തുക്കണേ. അതിന് ശേഷം ഇതൊരു 4 സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പാക്കിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഇത് ഓരോരുത്തർ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ 5 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വീണ്ടും ഇതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നിന്ന് പകുതി ഞാൻ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചെടുത്തുക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാനിത് ഓരോ പഴം നീളത്തിൽ ഇങ്ങനെ വെച്ചെടുക്കുകയാണ്. അപ്പോൾ നീളത്തിൽ ഞാൻ എല്ലാം അടുപ്പിച്ച് വെച്ചെടുക്കണ്ടേ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഇത് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ ചേർക്കാത്ത ഇതുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ മടക്കാൻ നല്ല ബുദ്ധിമുട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് ചെറുതായിട്ട് പൊള്ളിയും ചെയ്ത് അതോട് കൂടി പിന്നെ വീഡിയോ എടുക്കൽ ഞാനത് നിർത്തി. ചെറുതായിട്ടൊന്ന് കരിഞ്ഞില്ല എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കാൻ മറന്നുപോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീയൊക്കെ നല്ല കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നിട്ടത്. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, എന്നാലും തിന്നാൻ കുഴപ്പമൊന്നുമില്ല. ഇനി പിന്നെ ഞാൻ ബാക്കിയുള്ള മാവുകൊണ്ട് ഇതുപോലൊരു ദോശ പോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഇത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്കട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.